കൃഷ്ണ ഗുരുവായൂരപ്പ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഗുരുവായൂർ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാല്യ ദർശനം. ആ നിർമ്മാല്യ ദർശനം അതുപോലെ വാകച്ചാർത്തും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ വീണ്ടും പറയുന്നത്. ഇന്നിപ്പോൾ വീണ്ടും നിർമ്മാല്യ ദർശനം ഒന്നുകൂടി കാണാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ നിർമ്മാല്യ ദർശനം എന്ന് പറഞ്ഞാൽ അറിയുന്നതാണല്ലോ, തലേ ദിവസത്തെ ആ ഉച്ചപൂജാലങ്കാരത്തിൻ്റെ ആ ഒരു കാഴ്ച തന്നെ മറ്റ് അശുദ്ധികളൊന്നും ആവാതെ ആണെങ്കിൽ നമുക്ക് പിന്നെ ആ ദിവസം കാണുന്ന, പിറ്റേ ദിവസം കാണുന്ന പുലർച്ചെ 3 മണിക്ക് കാണുന്ന ആ ഒരു കാഴ്ചയ്ക്കാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിർമ്മാല്യ ദർശനവും വാകച്ചാർത്തും രണ്ടും രണ്ടാണ് കേട്ടോ. അല്ലാതെ നിർമ്മാല്യ ദർശനത്തിന് പകരം വാകച്ചാർത്ത് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടില്ല. അത് വളരെ ദുർലഭമായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ വാകച്ചാർത്ത് വേറെയാണ്. നിർമ്മാല്യ ദർശനം എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ ആടയാഭരണങ്ങളോട് കൂടിയിട്ട് ആ ദേവകൾ പൂജിതമായ ആ രൂപത്തിൽ നമ്മൾ കാണുന്നതിനെയാണ് നിർമ്മാല്യ ദർശനം എന്ന് പറയുന്നത്. ഇത് പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ മറ്റു പലരും അത് സംശയം, വാകച്ചാർത്ത് തൊഴാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഈ വാകച്ചാർത്ത് എന്ന് പറഞ്ഞാൽ അതിലൊരു വശം മാത്രമാണ്. അതായത് നിർമ്മാല്യ ദർശനം എടുത്ത് പൂക്കളെല്ലാം മാറ്റി കളഭെല്ലാം മാറ്റിയതിന് ശേഷം തൈലാഭിഷേകം ചെയ്ത് വീണ്ടും ആ തൈലാഭിഷേകത്തിനും കുറച്ച് സമയമുണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം 3:20 കൂടിയിട്ടാണ് വാകച്ചാർത്ത് തുടങ്ങുള്ളൂ. വാകച്ചാർത്ത് എന്ന് പറഞ്ഞാൽ നെന്മിനി വാകയുടെ ആ വാകപ്പൊടി കൊണ്ടാണ് ഭഗവാന്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് അത് വിതറിയിട്ട് പിന്നെ ബ്രഷ് കൊണ്ട് തേച്ച് പിടിപ്പിച്ച് ചളികളൊക്കെ ഇളക്കി കളഞ്ഞ്, അങ്ങനെ പറയാം. ചളിയൊന്നും ഉണ്ടാവില്ല, കാരണം അത്രയ്ക്കും പരിശുദ്ധമായ ദേഹമാണ്. അപ്പോൾ എന്നാലും അതൊക്കെ ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യമാണ് വാകച്ചാർത്ത് എന്ന് പറയാം. അങ്ങനെ വാകച്ചാർത്തും കഴിഞ്ഞാൽ പിന്നെ കാണുന്നതാണ് ശംഖാഭിഷേകം. അത് എന്താ വെച്ചാൽ പിന്നെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ ആ കുളിപ്പിക്കുന്നതൊക്കെ നമുക്ക് വാകച്ചാർത്ത് കഴിഞ്ഞ ആ തീർത്ഥാണ് നമുക്ക് പുറത്ത് പ്രസാദ കൗണ്ടറിൽ നിന്ന് കിട്ടുക. അതേപോലെ അകത്തുനിന്നും കിട്ടും. അപ്പോൾ ആ ഒരു ശംഖാഭിഷേകം കാണാം. അതേപോലെ സപ്തശുദ്ധി അഭിഷേകം കാണാം. ഒരുപാട് കാഴ്ചകൾ, ഏകദേശം 35 മിനിറ്റ് 40 മിനിറ്റോളം നിന്ന് തൊഴാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അതാണ് ഒരു പ്രത്യേകത പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ നിർമ്മാല്യത്തിൻ്റെ അവസ്ഥ ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു. 3 മണിക്ക് നട തുറക്കും. അത് ആ സമയത്താണ് എല്ലാവരെയും അകത്ത് കയറ്റിയിരുന്നത്. ഇപ്പോൾ അതിന് ബദലായിട്ട് ഒരു VIP ദർശനത്തിൻ്റെ ബേസിൽ പടിഞ്ഞാറ നടയിൽ 2:30 വന്ന് ആളുകളെ, ഭക്തരെ നേരെ മുൻപിൽ എത്തിക്കും. അകത്തേക്ക് വാതിൽപ്പടി കയറില്ല, അതിൻ്റെ അടുത്ത് എത്തിച്ച് നിർത്തും. അപ്പോൾ പിന്നെ 3 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ അവരങ്ങനെ കയറി വന്ന് നേരെ ഇപ്പോൾ ഫ്ലൈ ഓവർ വഴി തന്നെയാണ്. മുൻപ് നേരെ വിടുകയായിരുന്നു, അതായത് കൊടിമരം വഴി നേരെ വിടുകയായിരുന്നു. ഇപ്പോൾ അത് മാറ്റി ഫ്ലൈ ഓവർ വഴിയായിട്ടാണ് എല്ലാ ഭക്തരും, ജനറൽ ഭക്തരെ വിടുന്നത്. അപ്പോൾ അവർ ആ ഫ്ലൈ ഓവർ കയറുന്ന സമയത്ത് ആണ് ഇവരെ ബാക്കിയുള്ള ആളുകളെയും കൂടി ദർശനത്തിൽ വിടുന്നത്. അപ്പോൾ രണ്ടും കൂടിയും അവിടെ ആ കയറുന്ന ഭാഗത്ത് ചെറിയൊരു തിരക്കൊക്കെ ഉണ്ടാവാം. കാരണം ആദ്യം ഇതല്ലായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കുറച്ച് വ്യത്യാസം അതിന് വന്നു. അങ്ങനെ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമാണ്, എല്ലാവർക്കും തൊഴാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ നിർമ്മാല്യത്തിൻ്റെ പ്രത്യേകതയിൽ കൂടെ നമുക്ക് നേരെ ആ സോപാനപ്പടിയിലുള്ള ദർശനം കിട്ടുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ് എന്നാണ്. ഇനിയിപ്പോൾ തിരക്ക് കുറയുന്ന സമയങ്ങളിൽ ചിലപ്പോൾ അതിലെ വിടും, അല്ലെങ്കിൽ ആ മണ്ഡപം വഴിയാണ് കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനവും അതേപോലെ വാകച്ചാർത്തും ഒക്കെ കിട്ടിയ ഒരു പ്രതീതി ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.